കോട്ടയം മണർകാട് ആഭിചാരക്രിയയ്ക്കും പീഡനത്തിനുമൊക്കെ ഇരയായ ആ പെൺകുട്ടി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. സത്യത്തിൽ എന്തായിരുന്നു നടന്നത്? സംഭവം നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മന്ത്രവാദി വന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞ് എന്തിനു പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. എന്തിനും കണ്ട് പേടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും കണ്ട് പേടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു എനിക്ക് എന്തോ പ്രേതഭൂതം അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി വന്നിട്ട് എൻ്റെ അവസാനം നമ്മൾ കർമ്മം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹോമവും കാര്യങ്ങളും, ഈ പുള്ളിക്ക് അതൊന്നുമില്ല. ഒരു വെറ്റ പിന്നെ മദ്യം ഇതൊക്കെയായിരുന്നു ഒഴിച്ച് വെച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഒഴിച്ച് വെച്ചുകൊണ്ടിരുന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞാൽ എൻ്റെ ദേഹത്ത് ഏതാണ്ട് ബാധയുണ്ട്, ആ ബാധേനെ ഒഴിപ്പിക്കാനാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മൂന്ന് വെറ്റയും പാക്കുമൊക്കെ വെച്ചിട്ട് പുള്ളി എന്നോട് പറഞ്ഞ് നിങ്ങളുടെ വീട്ടുകാർ എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കൊച്ച് വീട്ടിൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിന് 3 പട്ട് വെച്ചിട്ടുണ്ടേ, പട്ടിനകത്ത് കെട്ടി കാലയിൽ ഓരോ കെട്ടായിട്ട് വെച്ചിട്ട് ആ പുള്ളി വന്നിട്ട് ഓരോന്നും മന്ത്രങ്ങൾ ചൊല്ലി നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു കൊച്ചിൻ്റെ ദേഹത്ത് ബാധയുള്ളതുകൊണ്ടാണ് കൊച്ചി ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ഞാനും എൻ്റെ കെട്ടിയവനും സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഉടനെ ബാധയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദേഹത്ത് ബാധയുള്ളതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്, പ്രശ്നങ്ങളുണ്ടാകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവരുടെ വീട്ടുകാർ വിളിപ്പിക്കുകയൊക്കെ ചെയ്തത്. വിളിപ്പിച്ച് പുള്ളി വന്നു കഴിഞ്ഞ ശേഷം പുള്ളി പറയുന്നത് അമ്മായിയമ്മയാണോ വിളിപ്പിച്ചത്? പൂജാരിനെ? പൂജാരിനെ അമ്മായിയമ്മ വിളിപ്പിച്ചേ. ഞാനും അവനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഉടനെ പുള്ളി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബാധയുള്ളതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്, ഞാൻ വഴക്കുണ്ടാക്കുന്ന ബാധയുള്ളതുകൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പുള്ളി ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇവനോട് പറയുകയും ചെയ്തേടാ എൻ്റെ അകത്ത് ബാധയൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ പുള്ളിയോട് പറയുകയും ചെയ്തു. പുള്ളി പറഞ്ഞാൽ നമുക്ക് നോക്കാം, എന്നെ കൊണ്ടിട്ട് നോക്കാമെന്ന് തന്നെ. പുള്ളിക്കും അറിയത്തില്ലായിരുന്നു ഇവർ വിളിച്ച കാര്യങ്ങളൊന്നും. ഞാൻ എൻ്റെ വീട്ടുകാരായിട്ട് വിളിക്കുന്ന സംസാരിക്കുന്ന ഒന്നും ആ മന്ത്രവാദിക്ക് ഇഷ്ടമല്ല. പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടുകാരിയായിട്ട് ബന്ധമാവും, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. മദ്യം കുടിപ്പിച്ച് അന്ന് ആ സമയത്ത് ബോധമില്ലായിരുന്നു. അന്ന് എന്നെ സംബന്ധിച്ച് ഇവർ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നോട്, എന്നെക്കൊണ്ട് മദ്യം കുടിപ്പിച്ച് ബീഡി വലിച്ചതിൻ്റെ പാടാണെന്ന് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇവരെന്നോട് പറഞ്ഞു ഞാൻ ബീഡി വലിച്ച് ഇവിടെ കിടന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഈ പൂജാരി വന്നതൊന്നും എനിക്ക് വിശ്വാസം എന്താ വെച്ചാൽ നമ്മളൊരു കർമ്മങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ച രീതികളുണ്ട്. പുള്ളി ചെയ്തതിനകത്ത് ഒരു കർമ്മങ്ങളോ ഒന്നുമില്ല. ആദ്യം മദ്യപിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇതൊക്കെ പറഞ്ഞത് അവരുടെ അമ്മയാണ് പറഞ്ഞത്. അയ്യോ എന്നെ കാണിച്ചെന്ന് കൊച്ചിനെ അറിയാവോ, കൊച്ചിൻ്റെ അമ്മായിച്ചനെ ഞാൻ തല്ലി, അതൊക്കെ കൊച്ചിനെ അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഓർമ്മയില്ലായിരുന്നു, എനിക്ക് ഓർമ്മയില്ലായിരുന്നു. മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കൊച്ചിൻ്റെ അവരുടെ അച്ഛനെ തല്ലി, അമ്മായിച്ചനെ തല്ലി എന്നൊക്കെ പറഞ്ഞു. ബീഡി വലിച്ച് കൊച്ചിന് ആ ബീഡി വലിച്ചതിൻ്റെ പാട മൂത്ത്. അതെ, ഒന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ആ സമയത്ത് എന്നെ സംഭവിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ആ പുള്ളി ഒരു പട്ട് കെട്ടിക്കഴിഞ്ഞ ശേഷം കയ്യെ വന്നപ്പോഴത്തേക്കും എന്തോ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ഒരു തോന്നൽ എനിക്ക് വന്നു. കയറി വന്ന് പെട്ടെന്ന് എന്തോപോലെ കയറി വന്നു കഴിഞ്ഞ ശേഷം പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാനൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ പടം എനിക്ക് ഓർമ്മയുള്ള പൂജാരി വന്നതും ഓർമ്മയുണ്ട്. പൂജാരി ഹോമം അത് ആണി ചുറ്റിയിട്ട് മുടി വന്നിട്ട് മുറിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ പാടം മുടി കുറച്ചേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഇല്ല അതിനുള്ള മരുന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. മുടിയൊക്കെ മുടി മുറിപ്പിച്ച് കഴിഞ്ഞ ശേഷം പുള്ളി എന്നോട് പറയാം മുടി വളരുമൊക്കെ ചെയ്യും, ഇത് കൊച്ചിന് ബാധ പോകുന്നതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തതെന്ന് പറഞ്ഞു.